ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അങ്ങാടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങാടി പോയിട്ട് സാധനങ്ങൾ മേടിച്ചതൊക്കെ നമ്മളൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പോൾ അതൊന്ന് ജസ്റ്റ് അതൊന്ന് കാണിച്ചു തരാം കേട്ടോ. അങ്ങാടി പോയിട്ട് വന്ന സാധനങ്ങളൊക്കെ നമ്മൾക്ക് എടുത്ത് വെക്കേണ്ടത് എങ്ങനെയാണ് എന്താണെന്നൊക്കെ അറിയണ്ടേ. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മൾ അങ്ങാടി പോയിട്ട് വന്നിട്ട് വീട്ടിൽ അതായത് നമ്മൾ അങ്ങ് സാധനങ്ങളൊക്കെ ഇട്ടേക്കുന്ന ഡപ്പികളൊക്കെ എടുത്തിട്ട് താഴെ ഇടുന്നുണ്ട്. ഷെൽഫിൽ നിന്ന് ഒന്നെടുത്ത് താഴെ വെച്ചതിന് ശേഷം ഞാൻ ഷെൽഫൊന്നെടുത്ത് അടിച്ചു വരുന്നുണ്ട് കേട്ടോ. മൊത്തം പൊടികളാണ്, എല്ലാം കാറ്റായതുകൊണ്ട് മൊത്തം പൊടികളുണ്ട്. അപ്പോൾ ഞാൻ അതിന് മുകളിലും താഴെയൊക്കെ ഒന്ന് അടിച്ച് വാരിയെടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ പിന്നെ അതിലേക്ക് നമ്മൾ മേടിച്ചിട്ട് വന്ന സാധനങ്ങളെല്ലാം നമ്മൾ അതിൽ എടുത്ത് വെക്കുന്നത്. അപ്പോൾ നമ്മൾ മാസം പോയി മേടിച്ചിട്ട് വരാറുള്ളതാണ് കേട്ടോ. സാധനങ്ങളൊക്കെ മാസം നമ്മൾ അങ്ങാടി പോയിട്ട് മേടിച്ചിട്ട് വന്നിട്ട് ഇതേപോലെ എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കും. കറക്റ്റ് ഒരു മാസം എത്താറുണ്ട് കേട്ടോ. സാധനങ്ങൾ ഒരു മാസം എത്താറുണ്ട്. പിന്നെ എല്ലാം അത്യാവശ്യത്തിന്, അതായത് അങ്ങനെ ഒരുപാടുമില്ല എങ്കിലും ഒരുവിധം വേണ്ട പോലെ ഒരു ഫാമിലിക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം നമ്മൾ മേടിക്കും കേട്ടോ. സോപ്പ് തൊട്ട് എല്ലാം തന്നെ മേടിക്കലുണ്ട്. പിന്നെ ഈ മെയിൻ കാര്യം എന്താണെന്നറിയോ, ഇത് മേടിച്ചിട്ട് വന്നിട്ട് ഇതിങ്ങനെ എടുത്ത് വെക്കലാണ് കേട്ടോ മെയിൻ പ്രശ്നം. ഭ്രാന്താവും. പിന്നെയാണ് എനിക്ക് ഓർമ്മ വന്നു, ഞാൻ ഓടിപ്പോയി ബില്ലെടുത്തിട്ട് വന്നിട്ട് നോക്കിയതാണ്. അപ്പോൾ സാധനങ്ങളൊക്കെ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ബില്ലെടുത്തപ്പോൾ ബില്ലിൽ എഴുതിയിരിക്കണം എന്താണെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം അവരങ്ങനെയാണല്ലോ, അങ്ങാടിക്കാർ എഴുതലും അങ്ങനെയാണല്ലോ, കടക്കാരൊക്കെ. എന്താണെന്ന് പോലും എനിക്ക് മനസ്സിലായി. ഞാൻ പിന്നെ ഒക്കെ നോക്കി അവിടെ തന്നെ വെച്ചു കേട്ടോ. ലാസ്റ്റ് പിന്നെ സാധനങ്ങളൊക്കെ ഓരോന്നായി എടുത്തെടുത്ത് അതിൽ ഡപ്പിയിൽ കൊട്ടി വെക്കലായിട്ടാണ്. ഫോണിൻ്റെ വീഡിയോ, അതായത് ക്യാമറ കുറച്ച് ബാക്കാണ്. കാരണം നമ്മുടെ പഴയ ഫോണാണ്, റിയൽമി 9i ആയതുകൊണ്ട് തന്നെ, പഴയ ഫോണായതുകൊണ്ട് തന്നെ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്. അതേപോലെ ലൈറ്റിൻ്റെ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വീഡിയോയിൽ. അപ്പോൾ അതൊക്കെ തട്ടി മാറ്റിയിട്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ സാധനങ്ങൾ. പിന്നെ വന്നിട്ട് റംലാൻ നമുക്ക് റംലാൻ വരികയാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് അത്യാവശ്യം വേണ്ട മെയിൻ സാധനമാണ് നമ്മുടെ മൈദാമാവ്. അപ്പോൾ എന്തുണ്ടാക്കണമെങ്കിൽ അതിൽ കൂട്ടായിട്ട് മൈദാമാവ് വേണം. അപ്പോൾ അതങ്ങോട്ട് ബൾക്കായിട്ട് മേടിച്ചിട്ടാ, മൈദാമാവ് മാത്രം. പിന്നെ എല്ലാം സാധാരണ മേടിക്കുന്ന പോലെ തന്നെ മേടിച്ചത്. പിന്നെ ഞാനതെല്ലാം കുപ്പിയിലാക്കിയിട്ട് എല്ലാം ഷെൽഫിൽ അടുക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഈ അടുക്കി വെക്കുന്നത് ഇങ്ങനെ കാണാനേ ചന്തമുള്ളൂ. പിന്നെ 2 ദിവസം കഴിഞ്ഞ് കാണുന്നതാണ് ഒക്കെ കറ പുറാന്ന് കിടക്കുക. ഞാൻ തന്നെയാണ് വലിച്ചെറിഞ്ഞത്. അപ്പോൾ അതെല്ലാവരും അങ്ങനെ തന്നെയാണല്ലേ. പിന്നെ അപ്പോൾ സാധനങ്ങളൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ അടുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വന്നിട്ട് പിന്നെ ഞാൻ അവിടെ അടിച്ച് വാരി വൃത്തിയാക്കാനും, നമ്മൾ ഈ സാധനങ്ങളൊക്കെ കൂട്ടുമ്പോൾ പൊടികളും അതിൻ്റെതായ സാധനങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ, എല്ലാം തന്നെ അവിടെ വാരി വലിച്ചിട്ടിരിക്കുന്നു കേട്ടോ. അതാ പഞ്ചസാര, മൈദമാവൊക്കെ ഞാൻ ഓരോ ഡപ്പിമേലാക്കിയിട്ടാണ് വെക്കൽ. ഇത് എല്ലാം ഞാൻ ഓരോ ഡപ്പിയിലാക്കിയിട്ട് ബാലൻസ് സാധനങ്ങളൊക്കെ അതിൽ ഓരോ ഡപ്പിയിലാക്കി സൂക്ഷിക്കുക ചെയ്യൽ കേട്ടോ. അതേപോലെ സോപ്പ് പൊടി ഒരു മാല തന്നെ മേടിച്ചു. കാരണം മസ്റ്റ് വേണം നമുക്ക് സോപ്പ് പൊടി. അപ്പോൾ അത് മസ്റ്റായിട്ട് മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ ആവശ്യത്തിനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ അതെല്ലാം അടുക്കി മുകളിൽ വെക്കുന്നുണ്ട്. അതേപോലെ കവറുകളൊക്കെ എടുത്ത് അതൊക്കെ കെട്ടി ഓരോ സൈഡ് വെക്കുന്നുണ്ട്. ഞാൻ അങ്ങാടിയിൽ മാസം പോകുമ്പോൾ ചാക്കൊന്നും കൊണ്ടുപോകാറില്ല കേട്ടോ. ഈ മാസം എന്താ ചാക്ക് കൊണ്ടുപോയി. അപ്പോൾ പിന്നെ അവർ ആ ചാക്കിൽ തന്നെ നമുക്ക് ഇട്ട് തന്നു കേട്ടോ. പിന്നെ സാധനങ്ങൾ അവിടെ വെക്കേണ്ടതൊക്കെ വെച്ചു കേട്ടോ. പിന്നെ ഫ്രിഡ്ജിൽ വെച്ചത് നങ്കിമീനാണ് കേട്ടോ. നങ്കിമീൻ അതായത് ഉണക്കമീനാണ് വെച്ചത് കേട്ടോ. പിന്നെ ഇപ്പോൾ കാണിച്ചു തന്നത് നമ്മുടെ ഗ്യാസിൻ്റെ വയറില്ലേ, റെഗുലേറ്ററുടെ വയർ, അതൊന്ന് ചെറുതായി പൊട്ടിയിട്ട് നല്ല ഗ്യാസിൻ്റെ മണം വരുന്നുണ്ട് കേട്ടോ. നല്ല സ്മെല്ലാണ് വരുന്നത്. അപ്പോൾ അത് മാറ്റാനായിട്ട് മേടിച്ചതാണ്. അപ്പോൾ ഇപ്പോൾ ആവശ്യത്തിനായിട്ട് ഞാൻ ഒരു പാക്കറ്റ് ഓയിലും അതേപോലെ തന്നെ വെളിച്ചെണ്ണയും ഒഴിച്ച് കുപ്പിയിലാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ കുപ്പിയൊക്കെ മീഷോന്ന് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ എണ്ണയൊക്കെ ആക്കി വെക്കുന്നുണ്ട്. പിന്നെ ഈ എണ്ണ പറയുമ്പോൾ നമ്മൾ നല്ല വിലയാണ് കേട്ടോ. അപ്പോൾ നല്ല വിലയാണ്. അപ്പം ഞാൻ ഒരു മാസം 1 ലിറ്റർ മേടിക്കും, പിന്നെ അടുത്ത മാസം 1/2 ലിറ്റർ മേടിക്കും. അങ്ങനെയാണ് ഞങ്ങൾ എണ്ണനെയും കൊണ്ട് റൊട്ടേറ്റ് ചെയ്ത് പോകുന്നത് കേട്ടോ. കാരണം 1 ലിറ്റർ നമ്മൾ ആ എണ്ണ പറയുന്നത്
അത്യാവശ്യത്തിന് കാര്യത്തിന് മാത്രമേ എടുക്കാറുള്ളൂ. പിന്നെ നമുക്ക് തലയിൽ ഇതാക്കാനും മാത്രമേ എടുക്കാറുള്ളൂ. അപ്പോൾ പിന്നെ അധികം വേഗം ചിലവുണ്ടാവില്ലല്ലോ എന്ന് കരുതിയിട്ട് കേട്ടോ. അപ്പോൾ അത് എണ്ണയും അവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ബില്ല് ഇതാണ് കേട്ടോ. ഒരു തേങ്ങ എനിക്ക് മനസ്സിലായില്ല കൈസതിന്ന്. ഞാൻ ലാസ്റ്റ് എല്ലാ ബില്ല് സ്റ്റോർ ചെയ്ത് വെക്കലുണ്ട് കേട്ടോ. അപ്പോൾ അതും ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ആ കവറിൽ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ അരി ഇത് അതിനിടയിൽ റേഷൻ കടയിൽ പോകണമെന്ന് പറഞ്ഞിട്ട് സെഞ്ചിയും കവറും ഒക്കെ ചോദിച്ചപ്പോൾ ഒരു പൊട്ട് അരി ഉണ്ടായിരുന്നു, അത് കൂട്ടി മാറ്റി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതിനെയും കുറച്ച് നമുക്ക് വേറെ കവറിലാക്കി വെക്കുന്നുണ്ട്. റേഷൻ കടയ്ക്കും പോയിട്ടുണ്ട്. ഇനി അരി വേറെ വേറെ ആക്കി വെക്കണം. അപ്പോൾ അത് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അതും ഒരു പണി തന്നെയാണ്, അത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അടുക്കള പണി കഴിഞ്ഞു കേട്ടോ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നിപ്പോഴത്തേനും മോന് ഇതവിടെ കളിക്കലായി. അതായത് വീടിൻ്റെ മുമ്പിൽ ചാലല്ല പാടമാണ്, പാടത്തിൻ്റെ ഓരത്ത് കൂടെ അവർ ചാല് പോലെ വെട്ടി വിട്ടിട്ടുണ്ട് കേട്ടോ. അതിൽ ഫുൾ വെള്ളമാണ് കേട്ടോ, നല്ല വെള്ളം തന്നെയാണ്. അപ്പോൾ ഓനത് മുക്കിയെടുത്ത് അതിൽ നിന്ന് മുക്കിയെടുത്തിട്ട് ചെടിയിലേക്ക് വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവനിക്ക് അതാണ് അവിടെ പണി. നല്ല വെള്ളമാണ്. അപ്പോൾ മുക്കി എടുത്തിട്ട് ചെടിയിലേക്ക് എടുത്ത് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചാല് വെള്ളം വരില്ല, ആ വെള്ളമാണ് കേട്ടോ. അപ്പോൾ പാടവും അതാ കണ്ട നിറഞ്ഞിരിക്കുകയാണ് ചാല് വെള്ളം വന്നിട്ട്. ഇപ്പോൾ വൈകുന്നേരമായി ഒരു 6 മണി സമയമൊക്കെ ആയി കേട്ടോ. എന്നാലും വെയിൽ പോയിട്ടില്ല, പോയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഏരിയ മുക്കണൊന്നും കൂടെ പറ. ബൈ ഒരാ ഇവിടെ നോക്കി പറ. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ കൂട്ടുക. നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് ബൈ.